കണ്ണൂർ വളപട്ടണം കവർച്ചാ കേസിൽ പ്രതി ലിജേഷിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 2 ദിവസത്തേക്കാണ് കസ്റ്റഡി അനുവദിച്ചത്. വ്യാപാരിയായ അഷ്റഫിന്റെ വീട്ടിലും കീച്ചേരിയിലും നടന്ന കവർച്ചയിലും കൂടുതൽ വിവരങ്ങൾ തേടാനാണ് പോലീസിന്റെ തീരുമാനം. കവർച്ച നടന്ന വീട്ടിൽ തെളിവെടുപ്പിന് എത്തിക്കും. വ്യാപാരിയുടെ വീട്ടിൽ നിന്ന് 300 പവനും 1 കോടി രൂപയുമാണ് ഇയാൾ കവർന്നത്. വിശദാംശങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഈ വ്യാപാരിയുടെ വീട്ടിൽ കവർച്ച നടത്തിയ കേസിൽ നഷ്ടപ്പെട്ട മോഷ്ടിച്ചെടുത്ത സ്വർണവും പണവും പൂർണ്ണമായും പോലീസ് കണ്ടെടുത്തതല്ലേ? പിന്നെ ഏത് സാഹചര്യത്തിലാണ്, കൂടുതൽ വിശദാംശങ്ങൾ അറിയുക? മറ്റേതെങ്കിലും കേസുകളിൽ ഇയാൾക്ക് പങ്കുണ്ടോ? ഇതറിയുന്നതിന് വേണ്ടിയാണോ ലിജേഷിനെ പോലീസ് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത്? ബൈജു, ടോമെ, ഒരു നാടിനെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒരു വീട്ടിൽ നടന്ന സ്വർണ്ണക്കവർച്ച, ആ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് ഇനിയും പല വിവരങ്ങളും അറിയാനുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം, ഈ കേസിൽ ഇപ്പോൾ പോലീസ് പറയുന്നത് ഇയാൾ തനിച്ചാണ് ഈ സംഭവം ഒക്കെ നടത്തിയെന്ന് പറയുമ്പോഴും പോലീസിന് ചില സംശയങ്ങളുണ്ട്. ഇയാൾക്കൊപ്പം ഈ സംഘമായി മറ്റാരെങ്കിലും ഉണ്ടോ എന്ന കാര്യം അത് പ്രധാനമായും അറിയേണ്ടതുണ്ട്. ഇയാൾ ഏത് രീതിയിലാണ് ഈ കവർച്ച നടത്തിയതെന്ന കാര്യത്തിൽ ഒന്നും തന്നെ അന്ന് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് തെളിവെടുപ്പ് നടത്തി കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. അതും കൂടി കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ 2 ദിവസത്തെ കസ്റ്റഡി, ഇന്നും നാളെയുമാണ് കസ്റ്റഡിയിൽ ഉള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനം, ഈ ഇവരുടെ വീട്ടിൽ ഇത്തരത്തിൽ ഒരു തെളിവെടുപ്പ് നടത്തി ഏത് രീതിയിലാണ് ഈ കവർച്ച നടത്തിയത് എന്ന് കൃത്യമായി പ്രതി പോലീസിന് വിവരിച്ചു കൊടുത്തു. അതിനപ്പുറം ഇയാളുടെ വീട്ടിൽ ഇത്തരത്തിൽ കട്ടിലിനടിയിൽ ഈ സ്വർണവും പണവും ഒളിപ്പിച്ചു വെച്ച കട്ടിലിനടിയിലുള്ള ആ സ്ഥലം, അത്തരം കാര്യങ്ങളൊക്കെ പോലീസിന് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇത് കോടതിയിലെത്തുമ്പോൾ ഇതിൽ തെളിവുകൾ പ്രധാനമാണ്. അത്തരം തെളിവുകളുടെ ഭാഗമായി കൂടിയാണ് ഈ തെളിവെടുപ്പ്. എന്തായാലും ഈ വീട് അടഞ്ഞു കിടക്കുകയാണ്. ഇയാളുടെ ഭാര്യയും 2 കുട്ടികളുമുണ്ട് ഇയാൾക്ക്. അവർ ഈ അറസ്റ്റ് ചെയ്ത ആ സമയം മുതൽ ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയതാണ്. പിന്നീട് അവരെ ആ വീട്ടിലെത്തിയിരുന്നില്ല. നമ്മൾ ഇപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഈ വീട് അടഞ്ഞ നിലയിലായിരുന്നു. വീട്ടിൽ തുറന്ന് ആ കട്ടിലിനടിയിലും ഇയാളുടെ മുറിയൊക്കെ പരിശോധിച്ചു. ഒരുപാട് ഇത്തരത്തിൽ വെൽഡിംഗ് തൊഴിലാളി ആയതുകൊണ്ട് തന്നെ ഒരുപാട് സാധനങ്ങൾ, ഇത്തരം ഉപകരണങ്ങൾ ഇതിനകത്തുനിന്ന് പോലീസ് നോക്കിക്കണ്ടു. മാത്രമല്ല, ഏത് രീതിയിലാണ് ഈ കവർച്ച നടത്തിയത്, ഈ കവർച്ച നടത്തിയ രീതികൾ, അതിനുശേഷം ഈ പണം നേരത്തെ നമ്മളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്, ചാക്കിലാക്കിയാണ് ഇയാൾ കൊണ്ടുപോയിരുന്നത്. ആ ചാക്കിലാക്കി ഉണ്ടായിരുന്ന ചാക്കും അതുപോലെ തന്നെ ഇയാൾ അന്ന് ധരിച്ചിരുന്ന വസ്ത്രവും കത്തിച്ചിരുന്നു. ഇയാൾ ആ പണം അവിടെ എത്തിച്ച് ഈ വീടിന്റെ ഈ കട്ടിലിന്റെ അടിയിൽ ഒളിപ്പിച്ചു വെക്കുകയായിരുന്നു. ഏതായാലും വീട്ടുകാർക്ക് ഏതെങ്കിലും തരത്തിൽ സംശയമില്ലാത്ത രീതിയിലായിരുന്നു ഇയാൾ ഈ പണം അവിടെ എത്തിച്ചത്. കാരണം ഇയാളുടെ മുറി നിറയെ വെൽഡിംഗ് സാധനങ്ങളായിരുന്നു. ഇന്നിപ്പോൾ ഈ തെളിവെടുപ്പ് നടത്തുമ്പോഴാണ് പോലീസ് അത് കൂടുതൽ അറിയുന്നത്. അപ്പോൾ ഇയാളുടെ അത്തരം കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. മാത്രമല്ല, 1 വർഷം മുമ്പ് ഒരു കീച്ചേരിയിൽ നടന്ന കവർച്ച, 11 പവൻ സ്വർണം, ഈ കേസിനൊപ്പം ആ കേസും കൂടി തെളിയുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ ഇനി അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടതും മറ്റു നടപടിക്രമങ്ങളുണ്ട്. അതിന്റെ ഭാഗമായി അതിന്റെ കുറച്ച് കാര്യങ്ങൾ കൂടി പോലീസിന് അറിയേണ്ടതുണ്ട്. ഏതായാലും ഇയാൾ മറ്റേതെങ്കിലും കവർച്ച നടത്തിയിട്ടുണ്ടോ, അതല്ല ഏതെങ്കിലും തരത്തിൽ കവർച്ച ആസൂത്രണം ചെയ്തിട്ടുണ്ടോ, ഇയാൾക്കൊപ്പം മറ്റാരെങ്കിലും സഹായികളായി പ്രവർത്തിച്ചിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായും പോലീസിന് അറിയേണ്ടത്. അതിനപ്പുറം ഈ കവർച്ച നടന്നതുമായി ബന്ധപ്പെട്ട തെളിവുകൾ കൂടുതൽ കോടതിയിൽ ഹാജരാക്കാൻ ഇയാൾ ഏത് രീതിയിലാണ് കവർച്ച നടത്തിയത്, ഇയാൾ ഇപ്പോൾ ആ അടുക്കള ഭാഗത്തെ ഗ്രിൽസ് തകർത്ത് വീട്ടിനകത്ത് കയറിയതും അവിടെ ആ ഷെൽഫിനകത്തു നിന്നും ഈ താക്കോലെടുത്ത് ലോക്കർ തുറന്നുമൊക്കെ കാര്യങ്ങൾ പോലീസിന് വിവരിക്കുന്നുണ്ടായിരുന്നു. ഏതായാലും തൂവാല കൊണ്ട് മുഖം മറച്ചാണ് ഇയാൾ ഈ തെളിവെടുപ്പിന് എത്തിയത്. എന്തായാലും വലിയ ജനക്കൂട്ടം ഒക്കെ ഉണ്ടായിരുന്നു ഈ സമയത്തൊക്കെ. പോലീസ് ഏതായാലും വലിയ പോലീസ് സന്നാഹത്തോടുകൂടി CI TP സുമേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത്. നാളെ കൂടി ഇയാളെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഈ കീച്ചേരിയുമായി ബന്ധപ്പെട്ട നേരത്തെ സൂചിപ്പിച്ചത് ഇയാളുടെ ഒരു പശ്ചാത്തലം പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ടോ? പോലീസിന് പ്രാഥമികമായി ലഭിച്ച വിവരമനുസരിച്ച് ഈ കീച്ചേരിയിലാണ് ആദ്യമായി ഇയാൾ ഒരു കവർച്ച നടത്തിയതെന്ന് പറയുന്നു. അതിനു മുൻപ് ഏതെങ്കിലും കവർച്ചാ കേസുകളിൽ ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ടോ? എങ്ങനെയാണ് ഈ ഒരു കവർച്ചയിലേക്ക്, അതായത് വെറും ഒരു വെൽഡിംഗ് തൊഴിലാളിയായിരുന്ന ഈ ലിജേഷ് ഈ കവർച്ച ആസൂത്രണം ചെയ്യുന്നു, അത് നടപ്പാക്കുന്നു, അത്തരമൊരു നടപടിയിലേക്ക്, അത്തരമൊരു രീതിയിലേക്ക് ഇയാളുടെ ജീവിതം മാറാനുള്ളൊരു സാഹചര്യം എന്തായിരിക്കും? ടോമെ, മന്നയിലെ അരി വ്യാപാരി അഷ്റഫിന്റെ വീട്ടിൽ നടന്ന അതേ രീതിയിൽ, സമാനമായ രീതിയിലാണ് കീച്ചേരിയിലും കവർച്ച നടന്നത്. പക്ഷേ 1 വർഷമായിട്ടും അതിൽ പ്രതികളെ കണ്ടെത്താനായില്ല. ഈ കേസ് പിടികൂടിയതോടുകൂടിയാണ് ഇയാൾ പിടിയിലാവുന്നത്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് വിരലടയാളം ശേഖരിച്ചിരുന്നു. അന്ന് ആ വീട്ടിൽ നിന്നും ലഭിച്ച വിരലടയാളവുമായി മാച്ച് ആയപ്പോഴാണ് ഈ പ്രതിയെ പിടികൂടാനായത്. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇയാൾ മറ്റ് സ്ഥലങ്ങളിൽ കവർച്ച നടത്തിയിട്ടുണ്ടോ എന്ന് പോലീസിന് അറിയേണ്ടതുണ്ട്. പ്രധാനമായും ഇയാൾ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ വെൽഡിംഗ് തൊഴിലാളി ആയതുകൊണ്ട് ഇത്തരം വീടുകളിൽ കയറാനും അതുപോലെ തന്നെ ഈ ഷെൽഫ്, ഇത്തരം ലോക്കറൊക്കെ ഇയാൾക്ക് ഈ
ഇത് ഉണ്ടാക്കുന്ന ഒരു മേഖല കൂടി ആയതുകൊണ്ട് അത് പൊളിക്കാനും ഇത്തരത്തിൽ സ്വർണം ഒക്കെ എടുക്കാനുള്ള വൈദഗ്ധ്യം അയാൾക്ക് ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഇയാളെ ഏതെങ്കിലും തരത്തിൽ ഇതിനു മുമ്പ് ഈ കേസിൽ പിടികൂടുന്നതിന് മുമ്പ് ഇയാളെ ഏതെങ്കിലും തരത്തിൽ ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. പോലീസിന്റെ ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ ഇയാൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ കേസുകൾ ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നത് പോലീസിനെ സംശയിക്കുന്നുണ്ട്. ഏതായാലും ചോദ്യം ചെയ്യലിൽ ഇയാൾ ആ കാര്യങ്ങളൊന്നും തുറന്നു പറയുന്നില്ല. അത് ശാസ്ത്രീയമായ വിരലടയാളം ഉൾപ്പെടെയുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഈ കേസിലേക്ക് വന്നാൽ ഈ 267 പവൻ സ്വർണ്ണാഭരണങ്ങളും അതുപോലെ തന്നെ 1,21,000 രൂപയുമാണ് ഇയാൾ കട്ടിലിനടിയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നത്. അറയുണ്ടാക്കി ഇയാൾ എത്തിച്ച് അത് ഏത് രീതിയിലാണ് ഈ പണം അവിടെ എത്തിച്ചതെന്നും ഈ സ്വർണം എത്തിച്ചതെന്നും അത് ആ രീതി അറിയാൻ വേണ്ടിയാണ് ഈ തെളിവെടുപ്പ് നടത്തിയത്. ഏതായാലും വീട്ടിലെ തെളിവെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. അതുപോലെ തന്നെ കവർച്ച നടന്ന വീട്ടിലെ തെളിവെടുപ്പും പൂർത്തിയായിരിക്കുന്നു. ഇനി കീച്ചേരിയിലെ വീട്ടിൽ ഒരു പക്ഷേ തെളിവെടുപ്പ് നടത്തിയേക്കും. പക്ഷേ അതിൽ കേസ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഇനി കടക്കേണ്ടതുണ്ട്. പോലീസ് ആ കേസിൽ ഇയാളെ പ്രതി ചേർത്തെങ്കിലും അറസ്റ്റ് ഉൾപ്പെടെ ഇനി നടത്തേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് കടന്നതിന് ശേഷമായിരിക്കും എന്തായാലും അത്തരം പോലീസിന്റെ രീതികൾ ഉണ്ടാകും. എന്തായാലും നാളെ കൂടി ഇയാൾ കസ്റ്റഡിയിലുണ്ട്. അതിനിടയിൽ ഇത്തരം കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മന്നയിലെ അരി വ്യാപാരി അഷ്റഫിന്റെ വീട്ടിൽ നടന്ന കവർച്ചയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ, അതോടൊപ്പം ഏറ്റവും പ്രധാനം ആരെങ്കിലും ഇയാളെ സഹായിയായി പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നതാണ്. അത് പോലീസ് ഇതുവരെ പറഞ്ഞത് ഇയാൾ ഒറ്റയ്ക്കാണ് ഈ കവർച്ച നടത്തിയത്. കാരണം CCTV ദൃശ്യങ്ങളിലൊക്കെ ഇയാൾ തനിച്ചാണ് ഈ കവർച്ച നടത്തിയത്. അത് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. 45 മിനിറ്റിനകം ഒരു വീട്ടിനകത്ത് കയറി ഇത്രയും വലിയ സ്വർണ്ണാഭരണങ്ങളും പണവും എടുത്ത് സ്വന്തം വീട്ടിൽ തന്നെ, തൊട്ടടുത്തായുള്ള സ്വന്തം വീട്ടിൽ തന്നെ, സ്വന്തം വീട്ടുകാരറിയാതെ അത് അവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെക്കുന്നു. എന്തായാലും ഈ കവർച്ച കഴിഞ്ഞിട്ടും ഇതേ നാട്ടിൽ തന്നെ ഇയാൾ കഴിയുന്നു. അത്തരം ഇത്തരത്തിലുള്ള ഒരു പ്രതി ആയതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഏതെങ്കിലും തരത്തിൽ നേരത്തെ ക്രിമിനൽ ഏതെങ്കിലും പ്രവൃത്തികൾ ഉണ്ടെങ്കിൽ അത് പോലീസിന് കണ്ടെത്താൻ കൃത്യമായി ചോദ്യം ചെയ്യേണ്ടി വരും. ആ ചോദ്യം ചെയ്യൽ കൂടി നടക്കുമെന്നാണ് വളപട്ടണം CI വ്യക്തമാക്കിയിരുന്നത്. ഏതായാലും തെളിവെടുപ്പ് ഇന്ന് പൂർത്തിയായിരിക്കുന്നു. ഇനി ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്ത് നാളെ വൈകുന്നേരത്തോടു കൂടി ഇയാളെ വീണ്ടും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. കീച്ചേരിയുമായി ബന്ധപ്പെട്ട അറസ്റ്റ് രേഖപ്പെടുത്തും. 11 പവൻ സ്വർണ്ണാഭരണങ്ങളാണ് വളപട്ടണത്ത് ആഡംബര വീട്ടിൽ കവർച്ച നടത്തിയ കേസിലാണ് പ്രതി ലിജേഷിനെ പോലീസ് 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങിയത്. വ്യാപാരിയായ അഷ്റഫിന്റെ വീട്ടിലും കീച്ചേരിയിൽ നടന്ന കവർച്ചയിലും കൂടുതൽ വിവരങ്ങൾ തേടാനാണ് പോലീസിന്റെ തീരുമാനം. ഇതിൽ തെളിവെടുപ്പുണ്ട്, വിശദമായ ചോദ്യം ചെയ്യലുണ്ട്. കാരണം കീച്ചേരിയിൽ നടന്ന കേസിൽ പോലീസ് ഇതുവരെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. അവിടെ അറസ്റ്റ് രേഖപ്പെടുത്തണം. ആ കേസുമായി ബന്ധപ്പെട്ട് പ്രതിയുമായി തെളിവെടുപ്പ് നടത്തണം.